എൻ്റെ സമുദായം 73 വിഭാഗങ്ങളായിട്ട് തിരിയും. അതിലൊറ്റ വിഭാഗം മാത്രമാണ് സ്വർഗത്തിന് അവകാശികളായി മാറുന്നത്. സുന്നികൾ പറയുന്നത് അത് ഞങ്ങളാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നുണ്ട് അത് ഞങ്ങളാണ്, പിന്നെ കുറേ 73 എന്നുള്ള ഇപ്പോൾ 730 കണ്ടായിട്ട് 730 പേരും പറയുന്നുണ്ട് ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങളാണെന്ന്. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്കതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇസ്ലാം എന്നത് കേവലം യോഗികൾക്കോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആഴങ്ങളിൽ മാത്രം ജീവിക്കുന്നവർക്കോ വേണ്ടിയുള്ളതല്ല എന്നുള്ള സത്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ഇസ്ലാം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ലൗകിക ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാനല്ല, സാധാരണ മനുഷ്യർക്ക് അവരുടെ കുടുംബം, ജോലി, സന്തോഷങ്ങൾ എന്നിവയോടൊപ്പം ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്ന ഒരു ജീവിത രീതിയെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലോകം വെടിഞ്ഞ് കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന രീതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ്. ഒരു കച്ചവടക്കാരനും കർഷകനും വീട്ടമ്മയ്ക്കും ഒരുപോലെ പിന്തുടരാവുന്ന നിയമങ്ങളാണ് ഇതിലുള്ളത്. ഇത് സാധാരണക്കാരൻ്റെ മതമാണെന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കും. ഇസ്ലാമിലെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള നമസ്കാരം, സക്കാത്ത് തുടങ്ങിയവ ഒരു സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആത്മീയമായ ഉന്നതി ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാം, സൂഫിസം പോലുള്ള വഴികളിലൂടെ. പക്ഷേ അടിസ്ഥാനപരമായി ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് സത്യം. ഇസ്ലാം എന്നത് ഒരു കടൽ പോലെയാണ്. ചിലർ ആ കടലിൻ്റെ കരയിൽ നിൽക്കുന്നു, ചിലർ അതിൽ മുട്ടോളം വെള്ളത്തിലിറങ്ങുന്നു, ചിലർ അതിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അതുപോലെയാണ് നിങ്ങൾക്ക് മതത്തിൽ എത്രത്തോളം പോകണോ പോകാം എന്നുള്ളതാണ്. വിശ്വാസികളിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ കാതൽ ഒരു പണ്ഡിതനായാലും സാധാരണക്കാരനായാലും ഒരേ വരിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അറിവിനേക്കാൾ പദവിയേക്കാളും ഉപരിയായി മനുഷ്യൻ്റെ നന്മയ്ക്കും പെരുമാറ്റത്തിനുമാണ് ഇവിടെ മുൻഗണനയുള്ളത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആത്മീയമായ ആഴങ്ങൾ തേടുന്നവർക്ക് അതിനുള്ള വഴികൾ ഇസ്ലാം നൽകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അടിത്തറ പടുത്തുയർത്തിയിരിക്കുന്നത് സാധാരണ മനുഷ്യൻ്റെ ജീവിതചര്യകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് എന്നുള്ള സത്യം ഈ പണ്ഡിത ശിരോമണികൾ മനസ്സിലാക്കുന്നില്ലാത്തതാണോ അതോ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്തതാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇസ്ലാമിൽ 70 വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹദീസിനെ, അതായത് ഫിന്നതയെക്കുറിച്ചുള്ളൊരു വചനം എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യഹൂദികൾ 71 വിഭാഗങ്ങളായി പിരിഞ്ഞു, ക്രിസ്ത്യാനികൾ 72 പിരിഞ്ഞു. എൻ്റെ സമുദായം 73 വിഭാഗങ്ങളായി പിരിയുന്നതാണ്, അതിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം നരകത്തിലാണ്. അപ്പോൾ അനുചരന്മാർ ചോദിച്ചു, പ്രവാചകരെ, ആരാണ് ആ രക്ഷപ്പെട്ട വിഭാഗം എന്നത്? അദ്ദേഹം മറുപടി നൽകി, ഞാനും എൻ്റെ അനുചരന്മാരും ഏത് പാതയിലാണോ അതേ പാത പിന്തുടർന്നവർ എന്നാണ് പറഞ്ഞത്. അതായത് ഖുർആനും പ്രവാചകന്റെ ചര്യയും മുറുകെ പിടിക്കുന്നവർ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ ഹദീസിനെ കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എണ്ണം എന്നത് ഒരു പ്രയോഗം മാത്രമാണ് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. 73 എന്നത് കൃത്യമായ ഒരു എണ്ണത്തെ അല്ല, മറിച്ച് സമുദായത്തിൽ ഉണ്ടാകാൻ പോകുന്ന അനേകം ഭിന്നതകളെ സൂചിപ്പിക്കാൻ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണിതെന്ന് പലരും പറയുന്നുണ്ട്. ഗുണപരമായിട്ടുള്ള വേർതിരിവ് ഇത് എങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ, ഉദാഹരണമായിട്ട് ഇന്ന പേരിലുള്ള സംഘടനയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് സത്യസന്ധമായി ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ലളിതമായ ജീവിത രീതിയും വിശ്വാസവും പിന്തുടരുന്നവർ ആ രക്ഷപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. സമുദായം കക്ഷികളായി പിരിഞ്ഞ് പരസ്പരം പോരടിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിലൂടെ നൽകുന്നത് എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ പോകുമോ എന്ന പരാമർശത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന വിശദീകരണം ഇതാണ്: ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നല്ല ഇതിൻ്റെ അർത്ഥം, മറിച്ച് വിശ്വാസത്തിലോ പ്രവൃത്തിയിലോ വന്ന പിഴവുകൾ കാരണം ശിക്ഷാർഹരാണ് എന്നാണ്. അടിസ്ഥാനപരമായ വിശ്വാസമുള്ള ഏതൊരു മുസ്ലിമും ഒടുവിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നത് ഇസ്ലാമിലെ പൊതുവായിട്ടുള്ള തത്വമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം ആദ്യം സംസാരിച്ചതുപോലെ ഇസ്ലാം സാധാരണ മനുഷ്യർക്കുള്ളതാണ്. ഈ 73 വിഭാഗം എന്നൊക്കെ പിൽക്കാലത്ത് വന്ന തർക്കങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയൊക്കെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ കയറിൽ നിങ്ങൾ ഒന്നിച്ചു പിടിക്കുക എന്നാണ്. കയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മതം എന്നാണ് കേട്ടോ, ഭിന്നിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
സങ്കീർണമായിട്ടുള്ള ആത്മീയതയോ കക്ഷി മത്സരങ്ങളോ അല്ല, മറിച്ച് പ്രവാചകൻ കാണിച്ചു തന്ന ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സാധാരണക്കാരനാണ് ആ രക്ഷപ്പെട്ട വിഭാഗം എന്ന് പല ആധുനിക പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, കക്ഷികൾക്കിടയിലുള്ള തർക്കങ്ങളല്ല, മറിച്ച് ദൈവത്തോടുള്ള ഭക്തിയും മനുഷ്യരോടുള്ള നന്മയുമാണ് പ്രധാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് മതം എന്നത് ജീവിതത്തിന് പുറമെ ചുമക്കേണ്ട ഒരു ഭാരമായിട്ടല്ല, മറിച്ച് ജീവിതം തന്നെ ഒരു ആരാധനയായി മാറ്റാനാണ് പറയുന്നത്. സാധാരണ ഒരു മനുഷ്യൻ മതത്തിന് വേണ്ടി അമിതമായിട്ട് കഷ്ടപ്പെടേണ്ടതിൻ്റെ കാര്യമില്ല എന്നാണ്. സാധാരണയായിട്ടൊരു മനുഷ്യൻ മതത്തിന് വേണ്ടി അമിതമായിട്ട് കഷ്ടപ്പെടേണ്ടതില്ല എന്ന വാദത്തെ ശരിവെക്കുന്ന ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇസ്ലാം എന്നത് പള്ളിക്കുള്ളിൽ മാത്രം തീരുന്ന ഒന്നല്ല. ഒരാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും വഴിയിലെ തടസ്സം നീക്കുന്നതും പുഞ്ചിരിയോടെ ഒരാളെ അഭിമുഖീകരിക്കുന്നതും ഇസ്ലാമിൽ വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. അതായത്, നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾ മതപരമായ ജീവിതം നയിക്കുന്ന ഒരാളാണ്. ഇതിനായി പ്രത്യേകം കഷ്ടപ്പെടേണ്ട ആവശ്യകതയൊന്നുമില്ല, മറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി ചെയ്താൽ മാത്രം മതിയാവും. മതം ലളിതമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രശസ്തമായ വചനമുണ്ട്. തീർച്ചയായും മതം ലളിതമാണ്. ആരെങ്കിലും അതിനെ കഠിനമുള്ളതാക്കാൻ ശ്രമിച്ചാൽ മതം അവനെ പരാജയപ്പെടുത്തുമെന്നതാണ്. ഇതിൻ്റെ അർത്ഥം സാധാരണ മനുഷ്യർക്ക് താങ്ങാൻ കഴിയാത്ത നിയമങ്ങൾ മതം അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. പ്രായോഗികമല്ലാത്ത ആത്മീയതയേക്കാൾ പ്രായോഗികമായ ജീവിതത്തിനാണ് ഇസ്ലാം മുൻഗണന നൽകുന്നത് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഖുർആൻ വിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത് മിതമായ സമുദായം എന്നാണ്. ഒരു വശത്ത് തീവ്രമായ ആരാധനകളിൽ മുഴുകി ലോകം ഉപേക്ഷിക്കാനോ മറുവശത്ത് ധാർമ്മികത പൂർണ്ണമായി കൈവെടിഞ്ഞ് ജീവിക്കാനോ മതം പറയുന്നില്ല. കുടുംബം, ജോലി, വിനോദം, വിശ്രമം എന്നിവയോടൊപ്പം ദൈവസ്മരണയെ കൊണ്ടു നടക്കുക എന്നതാണ് മധ്യമായ മാർഗം. ഒരിക്കൽ ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, ഞാൻ നിർബന്ധമായ 5 നേരത്തെ പ്രാർത്ഥനകൾ നിർവഹിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും അനുവദനീയമായത് മാത്രം ചെയ്യുകയും ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? പ്രവാചകൻ മറുപടി നൽകിയത് അതെ എന്നാണ്. അതായത്, വലിയ പാണ്ഡിത്യമോ കഠിനമായ തപസ്സോ ഒന്നുമല്ല ഒരു സാധാരണക്കാരനിൽ നിന്ന് മതം ആവശ്യപ്പെടുന്നത്, മറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ചില മൂല്യങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ്. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ മതം ജീവിതത്തിൻ്റെ ഭാഗമാകണം. ജീവിതം മതത്തിന് വേണ്ടി മാറ്റിവെച്ച് കഷ്ടപ്പെടുകയല്ല വേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ജോലി ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണെന്ന ബോധമുണ്ടായാൽ ആ ജീവിതം തന്നെ ഏറ്റവും വലിയ ആത്മീയതയായി മാറുന്നതാണ്. തീർച്ചയായും ഈ ഒരു മാറ്റത്തെ നമുക്ക് കുറച്ചുകൂടി ലളിതമായി നോക്കിക്കാണാം. മതം ഒരു ഭാരമായി തോന്നുന്നത് അത് നമ്മൾ എന്തിനോ വേണ്ടി നിർബന്ധപൂർവ്വം ചെയ്യുന്ന ഒന്നായി കാണുമ്പോഴാണ്. എന്നാൽ അത് ജീവിതത്തിൽ തന്നെ ഒരു താളമായി മാറുമ്പോൾ അതൊരു ആസ്വാദനമാകും. ഇത് എങ്ങനെയൊക്കെയാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജോലി ചെയ്യുന്നത് കുടുംബം പുലർത്താൻ വേണ്ടിയാണ്. സാധാരണഗതിയിൽ ഇതൊരു ലൗകികമായ കാര്യമാണ്. എന്നാൽ എൻ്റെ കുടുംബത്തെ പോറ്റുന്നത് ദൈവകൽപ്പനയാണ്, അതിനായി ഞാൻ സത്യസന്ധമായി അധ്വാനിക്കുന്നു എന്ന് നിങ്ങൾ കരുതുമ്പോൾ ആ ജോലി ആരാധനയായിട്ട് മാറുന്നു. നമ്മൾ ചെയ്യുന്ന നിയ്യത്തിൻ്റെ പ്രതിഫലമാണ് ആ കാര്യത്തിൻ്റെ കൃത്യത നമ്മിലേക്ക് എത്തിച്ചു തരുന്നത്. നാം എന്താണോ നിയ്യത്ത് ചെയ്യുന്നത് ആ നിയ്യത്ത് പ്രകാരമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇവിടെ നിങ്ങൾ മതത്തിന് വേണ്ടി പ്രത്യേകം കഷ്ടപ്പെടുന്നൊന്നുമില്ല, പകരം നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ മതപരമായിട്ടുള്ള മൂല്യവുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മതത്തെ ഒരു ആസ്വാദനമായി കാണുന്നവർക്ക് പ്രാർത്ഥന ഒരു കടമ തീർക്കലല്ല, മറിച്ച് ദിവസമുള്ള തിരക്കുകൾക്കിടയിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ബ്രേക്കാണ്. ഒരു യോഗിക്ക് ധ്യാനം എങ്ങനെയാണോ അതുപോലെയാണ് സാധാരണക്കാരന് പ്രാർത്ഥന ഒരു ആശ്വാസമാകേണ്ടത്. പടച്ചവനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരടിമയായി അതിനെ കാണുമ്പോഴാണ് അത് ആസ്വാദകരമാകുന്നത്. മറ്റൊരാളെ സഹായിക്കുന്നത്, വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത്, അയൽക്കാരനോട് നന്നായി പെരുമാറുന്നത്, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കഠിനമായിട്ടുള്ള മതനിയമങ്ങളല്ല, മറിച്ച് ഒരു നല്ല മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തിയാണ് മതജീവിതത്തിലെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം. പലപ്പോഴും മനുഷ്യൻ മതത്തെ സങ്കീർണമാക്കുന്നത് അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളിലൂടെയോ കടും പിടുത്തങ്ങളിലൂടെയോ ആണ്. എന്നാൽ ഖുർആൻ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ജീവിതം ദുസ്സഹമാക്കാനോ മതം ആവശ്യപ്പെടുന്നതുമില്ല. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഒരു യാത്ര പോകുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് നമ്മളെ കഷ്ടപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ യാത്ര സുരക്ഷിതമാക്കാനാണ്.
അതുപോലെ ജീവിതമാകുന്ന യാത്രയിൽ ഇസ്ലാം നൽകുന്ന നിയമങ്ങൾ ആ യാത്ര സുഗമമാക്കാനുള്ള ഗൈഡ് ലൈനുകൾ മാത്രമാണ്. ആ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ജീവിതം ആസ്വദിക്കാനാണ് മതം പറയുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മതം ഒരു ആശ്വാസമായിട്ടാണോ അതോ ഇടയ്ക്കൊക്കെ ഒരു സമ്മർദ്ദമായിട്ടാണോ അനുഭവപ്പെടാറുള്ളത്? കുടുംബത്തെയും ഉത്തരവാദിത്തങ്ങളെയും ഉപേക്ഷിച്ച് ഒരു വ്യക്തി താൻ വലിയൊരു ആത്മീയവാദിയാണ് അല്ലെങ്കിൽ ഔലിയയാണ് എന്ന് ചമഞ്ഞ് നടക്കുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിനെക്കുറിച്ച് ഇസ്ലാം നൽകുന്ന വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ നമുക്കൊന്ന് നോക്കാം. ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്ന് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുക എന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങളിൽ ഉത്തമൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ്. സ്വന്തം മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും അനാഥരാക്കി ആത്മീയത തേടിപ്പോകുന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മറ്റ് ചില മതദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോകം വെടിഞ്ഞ് കാട്ടിലേക്കോ മലമുകളിലേക്കോ പോയി ഇരിക്കുന്ന രീതി ഇസ്ലാമിലില്ല. പ്രവാചകൻ വിവാഹം കഴിക്കുകയും കച്ചവടം ചെയ്യുകയും ഭരണാധികാരിയാവുകയും ഒരു കുടുംബനാഥനായി ജീവിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് വിശ്വാസികൾക്ക് മാതൃക. ഇസ്ലാമിൽ സന്യാസമില്ല എന്ന് പ്രവാചകൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ വഞ്ചിക്കുന്നത് വലിയ പാപമാണ്. ദൈവഭക്തനാണെന്ന് നടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരുതരം കപടതയാണ്. മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റാനോ അവരെ വഞ്ചിക്കാനോ വേണ്ടി ആത്മീയതയെ ഒരു ആയുധമാക്കുന്നത് സ്വർഗത്തിലേക്കല്ല മറിച്ച് വലിയ ശിക്ഷയിലേക്കാണ് നയിക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗം ലഭിക്കുന്നത് ലളിതമായ ജീവിതത്തിലൂടെയും സത്യസന്ധമായ പ്രവൃത്തികളിലൂടെയുമാണെന്നതാണ് വാസ്തവം. കൈനീട്ടി ജീവിക്കുന്നവരെയല്ല മറിച്ച് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് അന്തസ്സായി ജീവിക്കുന്നവരെയാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരാൾ പള്ളിയിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ട് ഇയാൾക്ക് ഭക്ഷണം ആര് നൽകുമെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ സഹോദരൻ എന്ന് മറുപടി ലഭിച്ചപ്പോൾ ആ സഹോദരനാണ് ഇയാളെക്കാൾ വലിയ ആരാധകൻ എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞ ചരിത്രം വ്യക്തമാണ്. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ജീവിതം തന്നെയാണ് മതം. നല്ലൊരു അച്ഛനാകുന്നത്, നല്ലൊരു മകനാകുന്നത്, സത്യസന്ധനായ ഒരു അയൽക്കാരനാകുന്നത്, ഇതെല്ലാം വലിയ ആത്മീയ പ്രവർത്തനങ്ങളാണ്. വേഷം കെട്ടലുകളിലൂടെയോ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലൂടെയോ അല്ല ഒരാൾ ദൈവത്തിലേക്ക് അടുക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിനിടെ ചെയ്യാൻ കഴിയുന്ന നന്മകളാണ് ഏറ്റവും വലിയ ആത്മീയത. അതായത് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ലളിതമായി ഞാനൊന്ന് പറഞ്ഞു തരാം. മനുഷ്യർക്ക് നടക്കാൻ 2 കാലുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കാല് ഉപയോഗിക്കാതെ കൈയും കുത്തി നടന്നാൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് നിങ്ങളുടെ താഴത്തെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി കൈയും കുത്തി നടന്ന് ആ കഠിനത സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോർ യാതൊന്നും തന്നെ സ്വയം ചിന്തിക്കുന്നോ പ്രവർത്തിക്കുന്നോ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സ്വന്തം യുക്തിയും സ്വന്തം ചിന്തയും സ്വന്തം തലച്ചോറും ആരുടെ മുമ്പിലും കൊണ്ടുചെന്ന് പണയം വയ്ക്കാതിരിക്കുക. നിങ്ങളെല്ലാവരും പാപികളാണെന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക. എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിനോട് പശ്ചാത്താപമേ പ്രായച്ചിത്തമെന്നാണ്. പശ്ചാത്തപിക്കുകയാണെങ്കിൽ, മാപ്പ് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അതൊക്കെ മാപ്പാക്കി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയനെ കൊണ്ടുവരുന്നു, ഒരു ഷെയ്ഖിനെ കൊണ്ടുവരുന്നു, നിങ്ങൾ അവരുടെ മുരീദാകുന്നു, എന്നിട്ട് നിങ്ങൾ ചെയ്ത കമ്പിക്കഥകൾ മൊത്തം അയാളടുത്ത് പോയി പറയുന്നു, അയാളത് കേട്ട് ആസ്വദിച്ച് വൈകുന്നേരം ആകുമ്പോൾ വേറെ വല്ല പരിപാടിക്കും പോകുന്നു. അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇത് ഇല്ല എന്നുള്ള കാര്യം ശക്തമായിട്ട് തന്നെ പറയുകയാണ് ഞാൻ. ഈ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ട് തന്നെ എതിർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യം അള്ളാഹു രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരസ്യമാക്കാനുള്ള അവകാശമില്ല എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കുക. നിങ്ങളായിട്ട് കണ്ടെത്തുന്ന ഓരോ ഔലിയാക്കളുടെ മുമ്പിലും നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ പറയാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാനോ ഒന്നും യാതൊരു കഴിവും ഈ ഔലിയാക്കന്മാർക്കൊന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിന് എത്ര വലിയ സൂഫി പണ്ഡിതനായാലും എത്ര വലിയ അറിവുള്ളവനായാലും ശരി തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിക്കുന്നതൊന്നും കണ്ടെത്താനുള്ള കഴിവൊന്നും ആർക്കും ഉണ്ടായിരിക്കത്തില്ല. ഇനി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഹിപ്നോട്ടിസം ചെയ്താൽ പോലും നിങ്ങൾ ഒരാൾക്ക് പറയണ്ട എന്ന് വിചാരിച്ച കാര്യം നിങ്ങൾ പറയത്തുമില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ അതുപോയി ആരത്തും കുമ്പസരിക്കാൻ നിൽക്കാതിരിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൾ അള്ളാഹു ഒളിപ്പിച്ച് രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളായിട്ട് പോയി ആരത്തും കുമ്പസരിച്ചുകൊണ്ട് നിങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറയേണ്ട ആവശ്യകതയൊന്നുമില്ല. അതൊക്കെ ഹറാമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കൈപിടിച്ച് മുത്തക്കം, വയറ്റിൽ കത്തി കൊണ്ട് പള്ള കുത്തി കീറക്കം, ഇങ്ങനെയുള്ളതൊന്നും ഇസ്ലാമികമല്ല എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക.
ഇപ്പോൾ കാര്യം എന്തൊക്കെയായാലും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. യഥാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ആർക്കും യാതൊരു ദ്രോഹവും ചെയ്യാതെ എല്ലാവർക്കും നമ്മളെക്കൊണ്ട് കഴിയുന്ന നന്മകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു വിഭാഗത്തെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 73 വിഭാഗം വരുന്നതിൽ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഭാഗത്തെ തന്നെയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോവാതെ പടച്ചവനോടുള്ള സ്നേഹം കൊണ്ട് യാതൊരു കുറ്റകൃത്യങ്ങളിലോട്ടോ മോശം കർമ്മങ്ങളിലോട്ടോ ഒന്നും പോയി വീഴാതെ, അഥവാ പോയി വീണിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് വീണ്ടും നന്മയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 73 വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള വിഭാഗങ്ങൾക്കെല്ലാം സ്വയം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടാവും. ഞാൻ അള്ളാഹിൻ്റെ വലിയ ആളാണ്, എന്നെ ഇത്രയും പേര് എൻ്റെ അന്ധഭക്തന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ള അഹങ്കാരമൊക്കെ ഉള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാം. അതുപോലെ അന്ധഭക്തന്മാരെ കാരണമായിട്ട് അഹങ്കാരികളായിത്തീരുന്ന ഔലിയാക്കന്മാരുടെ പുറകെ പോയി സ്വന്തം ജീവിതവും സമയവും ഒന്നും കളയല്ലേ. ഈ ഭൂമിയിലുള്ള ജീവിതം ഒറ്റവട്ടമേ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ പോയി നന്മ ചെയ്തുകൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അള്ളാഹു അവിടെ നിന്ന് നമ്മളെ തിരിച്ച് ഈ ഭൂമിയിലോട്ട് വീണ്ടും വിടത്തില്ല എന്നുള്ള സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് തീർത്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് പോകുന്ന വഴിക്ക് ചെയ്ത് ശരിയാക്കി മുന്നോട്ട് പോവുക. ശരിയാക്കാൻ പറ്റാത്ത കാര്യം തിരിച്ചു വന്നിട്ട് ശരിയാക്കാം എന്ന് കരുതരുത്. കാരണം തിരിച്ചു വരാൻ നമുക്ക് സാധിക്കത്തില്ല. സമയം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സമയത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ തന്നെ ശരിയാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് കൂടുതൽ നല്ല രീതിയിൽ തന്നെ പോകാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ കമൻറ്റ് ഒരുപക്ഷെ മറ്റൊരു വീഡിയോക്കുള്ള കാരണമായി മാറുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.